കോവിഡ് മരണം സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട് തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ഔദ്യോഗിക കണക്കിനേക്കാൾ 10 ഇരട്ടി ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നാണ് WHO കണക്ക്. എന്നാൽ മരണം കണക്കാക്കിയ രീതി ശാസ്ത്രീയമല്ല എന്നാണ് പുറത്തുവിട്ട കണക്കിനെ ചൊല്ലി കേന്ദ്ര സർക്കാരിന്റെ ആരോപണം. കോവിഡ് ബാധിച്ച് 2020 ജനുവരി മുതൽ 2021 ഡിസംബർ വരെ നടന്ന മരണങ്ങളാണ് ലോകാരോഗ്യ സംഘടന പുനരവലോകനം നടത്തിയത്. ലോകത്തെ യഥാർത്ഥ കോവിഡ് മരണസംഖ്യ 1.5 കോടി വരുമെന്ന് റിപ്പോർട്ടിലുണ്ട്. നേരത്തെ രേഖപ്പെടുത്തിയതിന്റെ 3 ഇരട്ടി വരുന്നത്. ഇതുവരെ 54 ലക്ഷം മരണങ്ങൾ മാത്രമാണ് ലോകരാജ്യങ്ങളുടെ കണക്കിലുള്ളത്. മിക്ക രാജ്യങ്ങളിലും യഥാർത്ഥ മരണസംഖ്യ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ യഥാർത്ഥ കോവിഡ് മരണം 47 ലക്ഷമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഔദ്യോഗിക കണക്കിലുള്ളതിന്റെ 9 ഇരട്ടിയിൽ കൂടുതലാണിത്. ലോകത്തെ കോവിഡ് മരണങ്ങളുടെ 1/3 ഭാഗത്തോളം ഇന്ത്യയിലാണെന്നും ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ശരിയല്ലെന്നും ലോകാരോഗ്യ സംഘടന കോവിഡ് മരണം കണക്കാക്കിയ രീതി ശാസ്ത്രീയമല്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഈജിപ്തിൽ യഥാർത്ഥ മരണസംഖ്യ രേഖപ്പെടുത്തിയതിന്റെ 11 ഇരട്ടിയാണ്. അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിലും ഔദ്യോഗിക കണക്കുകൾ കൃത്യമല്ല. രാജ്യങ്ങളിൽ മികച്ച വിവരശേഖരണ സംവിധാനം വേണമെന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, News 18.